പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലിയിലെ പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പ്രശസ്ത എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നോവലാണ് പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗം പ്രൊഫസർ എം.കെ. സാനു എഴുതിയ ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര കൃതിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അനുപമമായ എഴുത്തിൻ്റെ സൗന്ദര്യം മലയാളികൾക്ക് പകർന്നു നൽകിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ചുള്ള വിശകലനമാണ് പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ എന്ന പാഠഭാഗം. പാത്തുമ്മയുടെ ആട് എന്ന കൃതി രചിക്കാനിടയായ സാഹചര്യം നോക്കാം. ഏറെ കാലത്തെ ചുറ്റിത്തിരിയലിന് ശേഷം മുഹമ്മദ് ബഷീർ വൈക്കത്ത് തലയോലപ്പറമ്പിലെ വീട്ടിലെത്തുന്നു. അപ്പോൾ സ്വസ്ഥമായിരുന്ന് എഴുതാനും വായിക്കാനുമായി തറവാടിൻ്റെ എതിർഭാഗത്തായി ബഷീർ നിർമ്മിച്ച കെട്ടിടം അനുജൻ അബ്ദുൽ ഖാദർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. വാടകക്കാരൻ വേറെ വീട് കിട്ടിയാൽ മാറിക്കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് വേറെ വീട് കിട്ടുന്നവരെ ബഷീർ എവിടെ താമസിക്കും? അങ്ങനെ ബഷീറിന് തറവാട്ടു വീട്ടിൽ താമസിക്കേണ്ടി വന്നു. ആ വീട്ടിലെ ബഹളത്തിൽ നിന്നാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ ജനിക്കുന്നത്. വൈക്കത്ത് അദ്ദേഹം ജീവിച്ച വീടും പരിസരവും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം പാത്തുമ്മയുടെ ആടിൽ കഥാപാത്രങ്ങളായി വരുന്നു. തൻ്റെ ചുറ്റുപാടിൻ്റെ സത്യമായ അവസ്ഥയെ പകർത്തിവെക്കുകയായിരുന്നു ബഷീർ. തൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരും ബന്ധുക്കളും താനും മാത്രമല്ല ഈ നോവലിലെ കഥാപാത്രങ്ങൾ, മറിച്ച് വീട്ടിലെ ആടും കോഴിയും പൂച്ചയും കാക്കകളും എലികളും ചാമ്പമരവും ഇലുമ്പൻ പുളിയും അതിൽ കഥാപാത്രങ്ങളായി വരുന്നു. ബഷീർ കഥകളിലെ പ്രകൃതി മനുഷ്യകേന്ദ്രീകൃതമായ പ്രകൃതിയല്ല, ജീവജാലങ്ങളാകെയുള്ള ഒരു പ്രകൃതിയാണ്. ഒന്നിനെയും ഒഴിച്ചു നിർത്താതെ എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുന്നു. പ്രകൃതിയെ ചേർത്ത് പിടിച്ചുള്ള ഈ എഴുത്തുരീതി പാത്തുമ്മയുടെ ആട് എന്ന നോവലിലും കാണാം. അതിനെ വിശകലനം ചെയ്യുകയാണ് പ്രൊഫസർ എം.കെ. സാനു. പാഠഭാഗത്തിലെ അനുബന്ധ വാക്യം വായിക്കാം. മനുഷ്യരെ മാത്രമല്ല പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും സഹജീവികളായി കാണാൻ കഴിയണം. അവർക്കിടയിൽ അവരിൽ ഒരാളായി ജീവിക്കാൻ കഴിയണം, പ്രശാന്തമായ മനസ്സോടെ. ചുറ്റുപാടുമുള്ള മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുതലും സ്നേഹവും വേണം എന്നാണ് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കോടാനുകോടി ജീവജാലങ്ങളിലെ ഒരു അംഗമാണ് താനും എന്ന വിനയപൂർണമായ തിരിച്ചറിവ് ജീവിതത്തെ കൂടുതൽ ശാന്തവും സുന്ദരവുമാക്കും. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന ബഷീറിൻ്റെ കാഴ്ചപ്പാട് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലും കാണാം. ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം. പാത്തുമ്മയുടെ ആട് ഒരു സത്യമായ കഥ. പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല. അതിലെ കഥാപാത്രങ്ങളെല്ലാം ഈശ്വരാനുഗ്രഹത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇത് എൻ്റെ വീട്ടിലെ സത്യമായ കഥയാണെന്നോർക്കണം. ബഷീർ പാത്തുമ്മയുടെ ആടിനെക്കുറിച്ച് പറയുന്നതാണ്. അതിലെ കഥാപാത്രങ്ങളെല്ലാം ബഷീറിൻ്റെ വീട്ടിലുള്ളവരാണ്. അതുകൊണ്ട് ഇത് വീട്ടിലെ സത്യമായ ഒരു കഥയാണെന്നാണ് ബഷീർ പറയുന്നത്. ഇത് ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ്. വീട്ടിലെ താമസക്കാർ ആരൊക്കെയാണെന്ന് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. വെറുതെ പറയുന്നു എന്ന് മാത്രം, വിവരണമില്ല. ഒരു ഖണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ബഷീറിൻ്റെ വീട്ടുകാരെക്കുറിച്ച് നോവലിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാഠഭാഗത്ത് അതിൻ്റെ വിവരണം കൊടുക്കുന്നില്ല.
കാരണം അതൊരു ഖണ്ഡിക തന്നെ ഉണ്ടെന്നാണ് ലേഖകൻ പറയുന്നത്. നമുക്ക് ആ ഖണ്ഡിക ഒന്ന് നോക്കിയാലോ. ബഷീറിൻ്റെ വീട്ടിലുള്ള അംഗങ്ങൾ ആരാണെന്ന് നോക്കാം. ബഷീറിൻ്റെ ഉമ്മ, ബഷീറിൻ്റെ നേരെ ഇളയവനായ അബ്ദുൽ ഖാദർ, അവൻ്റെ കെട്ടിയോളായ കുഞ്ഞാനുമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ പാത്തുക്കുട്ടി, ആരിഫ, സുബൈദ, അബ്ദുൽ ഖാദറിൻ്റെ ഇളയവനായ മുഹമ്മദ് ഹനീഫ, അവൻ്റെ കെട്ടിയോളായ ഐഷോമ്മ, അവരുടെ ഓമന സന്താനങ്ങളായ ഹബീബ് മുഹമ്മദ്, ലൈല മുഹമ്മദ്, റഷീദ്, ഹനീഫയുടെ ഇളയ സഹോദരി ആനുമ്മ, അവളുടെ കെട്ടിയോനായ സുലൈമാൻ, അവരുടെ ഓമന സന്താനങ്ങളായ സെയ്ദ് മുഹമ്മദ്, പിന്നെ എല്ലാറ്റിലും ഇളയവനായ അബൂബക്കർ എന്ന അബു. ഇത്രയുമാണ് കുടുംബാംഗങ്ങൾ. ഈ വിവരണം വിരസത ജനിപ്പിക്കുമെന്ന് തോന്നുമെങ്കിലും ബഷീറിൻ്റെ അവതരണ രീതിയിലെ മികവുണ്ട് വായനക്കാർക്ക് ഒട്ടും വിരസത തോന്നില്ല എന്നാണ് MK സാനു പറയുന്നത്. ഇനി പാഠഭാഗത്തേക്ക് വരാം. ഒരു ഖണ്ഡിക അവരുടെ ലിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വായിച്ചത് അവരുടെ ഒരു ലിസ്റ്റാണ്. അത് വായിക്കാൻ ബഷീറിനെ നേരിട്ടറിയാവുന്നവർക്ക് താല്പര്യം തോന്നിയേക്കാം. കഥാകൃത്തായ ബഷീറിൻ്റെ വീടും സാഹചര്യവും എന്താണെന്നറിയാൻ കൗതുകമുള്ളവർക്കും താല്പര്യം തോന്നാവുന്നതാണ്. ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്നവർ ചുരുക്കമാണ്. പക്ഷേ പാത്തുമ്മയുടെ ആട് വായിച്ച് രസിക്കുന്നവർ നിരവധിയാണ്. വിരസമായി തീരാവുന്ന വസ്തുതകൾ പോലും ബഷീറിൻ്റെ അനുഗ്രഹീതമായ തൂലികയുടെ സ്പർശത്താൽ എങ്ങനെയോ രസപ്രദമായി തീരുന്നു. വിവരണങ്ങളാണെങ്കിൽ പോലും ബഷീർ എഴുതുമ്പോൾ അത് വായിക്കുമ്പോഴുള്ള വിരസത നമുക്ക് അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത്. പ്രാരംഭത്തിൽ വീട് വിവരിക്കുന്നത് ഒരു വാക്യം കൊണ്ടാണ്. ഓലമേഞ്ഞ ഒരു ചെറിയ 2 മുറികളും ഒരു അടുക്കളയും 2 വരാന്തകളുമുള്ള കെട്ടിടമാണ് എൻ്റെ വീട്. ഇതിലധികം ആവശ്യമില്ല. ആ വീട് നമുക്ക് നേരെ കാണാം. ഈ ഒരു വിവരണം കൊണ്ട് തന്നെ ആ വീടിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഒരു ഊരുചുറ്റലിന് ശേഷം പ്രശാന്തി തേടിയാണ് ബഷീർ ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എന്തു ശാന്തതയാണ് കിട്ടുക? 2 സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും, ഒരു സഹോദരിയും ഭർത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും. ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത്. മനുഷ്യകുലത്തിൽ പെടാത്തവരും അവിടെ അംഗങ്ങളായുണ്ട്. എവിടെന്നോ വന്ന് കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറേ പൂച്ചകൾ, അവരെ പേടിച്ച് മച്ചമ്പുറത്ത് സദാ ഓടി നടക്കുന്ന 900 എലികൾ, പുരപ്പുറത്തിരുന്ന് കരഞ്ഞ് ബഹളം കൂട്ടുന്ന കുറേ ഏറെ കാക്കകൾ, ഇതിനെല്ലാറ്റിനും പുറമേ എൻ്റെ ഉമ്മായുടെ സ്വന്തം വകയും വീട് ഭരിക്കുന്നവരുമായ 10-100 കോഴികൾ, അവരുടെ എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ റാഞ്ചിക്കൊണ്ട് പോയി തിന്ന് ജീവിക്കുന്ന എറിയനും പരുന്തും വൃക്ഷങ്ങളിൽ. ഇത്രയും പേരാണ് ജീവജാലങ്ങളായിട്ടും കുടുംബാംഗങ്ങളായിട്ടും അവരുടെ ബഷീറിൻ്റെ വീട്ടിലുള്ളത്. ചന്ത കൂടിയ ബഹളമാണ് അവിടെ എപ്പോഴും. ഈ ബഹളത്തിൻ്റെ മധ്യത്തിൽ അതാ വരുന്നു ചുറുചുറുക്കുള്ള ഒരു ആട്, തവിട്ടു നിറമുള്ള ഒരു പെണ്ണാട്. ആരെയും കൂസാതെ വീട്ടിനുള്ളിൽ കടന്ന് അത് സർവ്വവിധമായ സ്വാതന്ത്ര്യം കാണിക്കുന്നു. ആരും അതിനെ നിയന്ത്രിക്കുന്നില്ല. ആർക്കും അതിന് അവകാശമില്ല. കാരണം അത് പാത്തുമ്മയുടെ ആടാണ്. ബഷീറിൻ്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആട്. ഇപ്പോൾ ഒരാടും കൂടി അവിടെ ആ കുടുംബത്തിൽ വന്നു ചേരുകയാണ്. അത് പുറമേയുള്ള ആടൊന്നുമല്ല, പാത്തുമ്മയുടെ ആടാണ്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, പെണ്ണുങ്ങളുടെ വഴക്ക്, വർത്തമാനം, ഇവ എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ബഹളങ്ങളുടെയും മേളങ്ങളുടെയും മധ്യത്തിലാണ് ബഷീർ വന്നിരിക്കുന്നത്, പ്രശാന്തത തേടി. ഇനിയും പലതുമുണ്ട് അനുഭവങ്ങൾ. സഹോദരിമാർ രഹസ്യമായി ബഷീറിനെ സമീപിക്കുന്നു. വല്ലിക്കാക്ക ഒരാൾക്ക് കമ്മൽ പണിയിച്ചു കൊടുക്കണം, മറ്റൊരാൾക്ക് വല്ലിക്കാക്ക പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. ഉമ്മാക്കും ഇടയ്ക്കിടെ പറയാനുള്ളത് രൂപ വേണമെന്നാണ്. നീ എനിക്ക് കുറച്ച് രൂപ താ. അബൂബക്കർ ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ. വല്ലിക്കാക്ക, നമുക്ക് ഈ മുറ്റം കെട്ടിക്കണം.
പെരയുടെ കൂട് മാറ്റി ഓടിടിക്കണം. അപ്പോൾ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഓരോരോ ആവശ്യങ്ങൾ ബഷീറിനോട് പറയാനുണ്ട്. ബഷീർ ധാരാളം പണവുമായിട്ടാണ് വീട്ടിലെത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ ധാരണ. ആവശ്യങ്ങൾ ഇങ്ങനെ അനേകമുണ്ട്. ഉമ്മ, സഹോദരന്മാർ, സഹോദരികൾ, അവരുടെ മക്കൾ ഇവരെല്ലാവരും ഇടയ്ക്കിടെ ബഷീറിനെ സമീപിക്കുകയും ഓരോ തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അവ സാധിക്കാൻ പ്രയാസമില്ല. പക്ഷേ പണം വേണം, ധാരാളം പണം വേണം. അതെവിടെ നിന്ന് കിട്ടും? വലിയ ധനികനായി ബഷീർ വന്നിരിക്കുന്നു എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ വീട്ടിലുള്ള ദാരിദ്ര്യം കൂടി ഇവിടെ ബഷീർ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം രംഗങ്ങൾക്കും ചിത്രങ്ങൾക്കും ഇടയിലാണ് ബഷീർ എന്ന എഴുത്തുകാരൻ്റെ രൂപം ഉയർന്നു തെളിഞ്ഞ് പരിലസിക്കുന്നത്. പരിലസിക്കുക എന്ന് പറഞ്ഞാൽ ശോഭിക്കുക എന്നർത്ഥം. കുഞ്ഞുങ്ങളുടെ വഴക്കുകളിലും മുതിർന്നവരുടെ അഭ്യർത്ഥനകളിലും ആടിൻ്റെ വികൃതികളിലും പക്ഷികളുടെ ചലനങ്ങളിലും ചാമ്പയുടെ ചന്തത്തിലും മറ്റും വിനോദിച്ചുകൊണ്ട് ബഷീർ നേരിയൊരു മന്ദഹാസത്തോടുകൂടി ഒരു യോഗിയെ പോലെ വിലസുന്നത് നാം കാണുന്നു. യോഗി എന്ന് പറഞ്ഞ സന്യാസി. ഈ വീട്ടിലുള്ള എല്ലാ വഴക്കുകളും എല്ലാവരുടെ അഭ്യർത്ഥനകളും ആടിൻ്റെ വികൃതികളും പക്ഷികളുടെ ചലനങ്ങളും ചാമ്പയുടെ ചന്തവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ബഷീർ അവിടെ ഒരു സന്യാസിയെ പോലെ ശോഭിക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത്. ജീവജാലങ്ങളുടെ നാനാവിധമായ ചേഷ്ടകളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന സൃഷ്ടാവിനെ ബഷീർ ഇവിടെ അനുസ്മരിപ്പിക്കുന്നു. ഇപ്പം ജീവജാലങ്ങളുടെ നാനാവിധമായ പല പ്രകാരത്തിലുള്ള ചേഷ്ടകൾ, പ്രവൃത്തികളും ഭാവവിശേഷങ്ങളും ലീലയായി ദർശിക്കുന്ന, ലീല എന്ന് പറഞ്ഞാൽ കളി അല്ലെങ്കിൽ വിനോദം, ദർശിക്കുന്ന, കാണുന്ന ഒരു സൃഷ്ടാവിനെയാണ് നമുക്കിവിടെ ബഷീറിൽ കാണാൻ സാധിക്കുക. ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന പെൺകുട്ടികളെ ചിത്രീകരിക്കുന്നിടത്ത് ബഷീർ തന്നെ പരിഹസിക്കുകയും ചെയ്യുന്നു. ചാമ്പയ്ക്ക പറിച്ചെടുക്കാൻ വരുന്ന കുട്ടികളെ നോവലിൽ കാണാം. ബഷീർ വിചാരിക്കുന്നത് ബഷീറിനെയാണ് ഈ പെൺകുട്ടികൾ നോക്കുന്നത് എന്നായിരുന്നു. പക്ഷേ പിന്നീട് ചാമ്പയ്ക്ക മേടിക്കാൻ വന്നപ്പോഴാണ് അവർ ബഷീറിനെയല്ല ചാമ്പയ്ക്കയെയാണ് നോക്കിയിരുന്നതെന്ന് ബഷീർ മനസ്സിലാക്കുന്നത്. എം ഗോവിന്ദൻ, സ്വന്തം ഭാര്യ ഡോക്ടർ പത്മാവതി, മകൾ ബാല, കെ എ കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പോലും ഈ ലോകത്തിൽ കത്തിലൂടെ സ്ഥാനം പിടിക്കുന്നു. അതുപോലെ തന്നെ ബഷീറിൻ്റെ പരിചയക്കാർ, ആരാധകർ അയക്കുന്ന കത്തിനെക്കുറിച്ചും ഈ നോവലിൽ സൂചിപ്പിക്കുന്നുണ്ട്. മുഖ്യ കഥാപാത്രമായ ആട് സർവ്വത്തെയും അതിലംഘിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ ഒരു പ്രതീകമായി വളർന്നു വരുന്നതായും നമുക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ പാത്തുമ്മയുടെ ആടാണ് ഈ നോവലിലെ മുഖ്യ കഥാപാത്രം. ആ കഥാപാത്രം വളരെ വലുതായി ഒരു പ്രതീകം പോലെ വളർന്നു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചെറിയൊരു കൃതിയാണെങ്കിലും വസ്തുതകൾ നിരത്തിവെക്കുന്ന കൃതിയാണെങ്കിലും ഇതൊരു പ്രത്യേക ലോകം നമ്മുടെ ആന്തരിക നേത്രങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. ആന്തരിക നേത്രം എന്ന് പറഞ്ഞാൽ ഉൾക്കണ്ണ്. മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളുമെല്ലാം പരസ്പരം ദുരൂഹമാംവിധം ബന്ധപ്പെടുന്ന ഒരു ലോകം. ഇപ്പോൾ മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും പരസ്പരം സ്നേഹിച്ച് കഴിയുന്ന ഒരു ലോകമാണ് നമ്മൾ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ കാണുന്നത്. അഖണ്ഡമായ ലോകമാണത്. അഖണ്ഡം എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റാൻ പറ്റാത്ത, അവർ തമ്മിലുള്ള പരസ്പര ബന്ധം നമുക്ക് മുറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിൻ്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ നയിക്കുന്ന ഈ തമാശ കഥയുടെ വൈശിഷ്ട്യം വിശദമാക്കാൻ പ്രത്യേക പഠനങ്ങൾ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബഷീറിൻ്റെ സർഗാത്മകതയിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമായി ഈ കൃതിയെ ഭാവി തലമുറ വാഴ്ത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ മാറിയിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവവും മാറും. പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധവും ഇല്ലാതായെന്ന് വരാം. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും ഈ ചെറിയ കൃതിയുടെ ഗഹനത സുശിക്ഷിതരായ വായനക്കാരെ എന്നും വശീകരിച്ചു കൊണ്ടിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ ബഷീറിൻ്റെ സർഗാത്മകതയിൽ നിന്ന്, സൃഷ്ടിപരമായ കഴിവിൽ നിന്ന് മലയാളത്തിന് ലഭിച്ച ഒരു രത്നമാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതി എന്ന് ഭാവി തലമുറ വാഴ്ത്തും എന്നാണ്
ലേഖകൻ പറയുന്നത്. ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. ബഷീറിൻ്റെ വീട് പോലെയുള്ള കൂട്ടുകുടുംബങ്ങളൊന്നും ഇന്ന് കാണാനില്ല. അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങളുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കൃതിയുടെ ഗഹനത എന്ന് പറഞ്ഞാൽ ആഴം, സുശിക്ഷിതരായ, നല്ല വിദ്യാഭ്യാസം ലഭിച്ച, നല്ല ശിക്ഷണം ലഭിച്ച വായനക്കാരെ എന്നും വശീകരിച്ചുകൊണ്ടിരിക്കും, ആകർഷിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യം തീർച്ചയാണ് എന്നാണ് MK സാനു പറയുന്നത്. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ, പ്രൊഫസർ MK സാനു. ഈ പഠന പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃക ഇതിൽ കൊടുക്കുന്നതാണ്. കുട്ടികൾ വായിച്ചു നോക്കി നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ, താങ്ക് യു.